അലം യജിദ്ക യതീമൻ ഫആവാ വവജദക ضالًا ഫഹദാ വവജദക ആയിലൻ ഫഅഗ്നാ. നബിയെ, ജനിക്കുമ്പോൾ പിതാവ് നഷ്ടപ്പെട്ടു പോയ ഒരു യതീമാണെന്ന നബിയെ അങ്ങയെ അല്ലാഹു അറിയുകയും ആ യതീമിന് സംരക്ഷണമായി ഒരു പ്രിയപ്പെട്ട മുത്താപ്പെ അബൂ ത്വാലിബിന് നൽകുകയും ചെയ്തില്ലേ എന്ന് വിശുദ്ധ ഖുർആൻ ചോദിച്ച, സ്വന്തം നാട്ടിൽ ജീവിക്കുകയും ഹബീബിന്റെ അത്ഭുതങ്ങൾ കാണുകയും മുത്തുനബി തങ്ങളെ പാതിരാത്രി കിടപ്പറയിൽ കാണാതെ വരുമ്പോ, ഐ നബിനി, എന്റെ മോനെവിടെ, എന്റെ മോനെവിടെ, എന്റെ കുട്ടി എവിടെ പോയി എന്ന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കഅബാലയത്തിന്റെ ചുറ്റും ഓടി നടന്ന് അവസാനം വീട്ടിലേക്ക് തന്നെ നിരാശയോടുകൂടെ തിരിച്ചു വരുമ്പോ മുത്തുനബി തങ്ങൾ അവിടെ കിടക്കുന്നുണ്ട്. മോനെ, നീ എവിടെ പോയിരുന്നു മോനെ? ഞാൻ എവിടെ ഉണ്ടായിരുന്നല്ലോ, ഞാൻ എവിടെയും പോയില്ലല്ലോ. ചെറിയ കുഞ്ഞായിരിക്കെ അള്ളാഹുവിന്റെ മാലാഖമാർ എടുത്തുകൊണ്ടുപോകുന്നത് കാണുമായിരുന്ന അബൂ ത്വാലിബ്. ആ അബൂ ത്വാലിബിന്റെ ഹൃദയത്തിലേക്ക് അള്ളാഹു നൽകിയിട്ടില്ലാത്ത ഹിദായത്തിന്റെ വെളിച്ചം, 15കാരനായി യാത്ര തുടങ്ങിയ ഈമാനിന്റെ വെളിച്ചം അന്വേഷിച്ചു വന്നവർക്ക് മഹാനായ സൽമാനുൽ ഫാരിസി തങ്ങൾക്ക് അല്ലാഹു അത് നൽകി കൊടുക്കുന്നു. അന അലാ ദീനി അബ്ദുൽ മുത്തലിബ്, അന അലാ ദീനി അബ്ദുൽ മുത്തലിബ് വലഖദ് അലിംതു ബിഅന്ന ദീന മുഹമ്മദി മിൻ ഖൈരി അദ്യാനിൽ ബരിയതി ദീനാ ലൗലൽ മലാമതു لولا الملامة وحذار مسبتي لوجدتني سمحا بذاك مبينا. നബിയെ, നിങ്ങളുടെ മതം സത്യമാണെന്ന് എനിക്കറിയാം, പക്ഷേ എനിക്കിത് വേണ്ട. ഇത് സത്യമാണെന്നറിയാം, പക്ഷെ എനിക്കിപ്പോ വേണ്ട. ഇത് സത്യമാണെന്ന് ഞാൻ പറഞ്ഞാൽ എന്റെ നാട്ടുകാരെന്നെ കളിയാക്കൂലേ, അവരെന്നെ പരിഹസിക്കില്ലയോ? അതുകൊണ്ട് ഞാൻ മുസ്ലിമാണെന്ന് പറയുന്നില്ല നബിയെ. ഹബീബായ മുത്തുനബിയോട് അല്ലാഹുവിന്റെ മറുപടി, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്ന അല്ലാഹ യഹ്ദീ മൻ യശാ. നബിയേ, വേണ്ട എന്ന് പറയുന്നവർക്ക് കൊടുക്കാനുള്ളതല്ല ഇത്. അങ്ങ് ഇഷ്ടപ്പെട്ടാലും അങ്ങ് കൊതിക്കുന്നുണ്ട്. അങ്ങയുടെ അഭയമായ മുസാഫ, അങ്ങയുടെ മഅ്വയായ യജിദ്ക യതീമൻ ഫആവാ, ആ മഅ്വയായ മുസാഫക്ക് സ്വർഗം കിട്ടണമെന്ന് നബിയെ അങ്ങ് കൊതിച്ചാലും മനസ്സുകൊണ്ട് വേണ്ടെന്ന് വെച്ചവർക്ക് ഇത് അല്ലാഹു നൽകില്ല നബിയെ. ഇത് വേണമെന്ന് അന്വേഷിച്ച് ജസീറത്തുൽ അറബിന്റെ അങ്ങറ്റത്ത് നിന്ന്, ഇറാനിൽ നിന്ന്, തെഹ്റാനിൽ നിന്ന് മഹാനായ സൽമാൻ ഇബ്നുൽ ഇസ്ലാം, വാപ്പയുടെ പേരെന്താണെന്നറിയില്ല, പക്ഷേ ഒരു വാപ്പയുണ്ട് ഇസ്ലാം. ഇസ്ലാമിന്റെ മോനായ സൽമാൻ റളിയല്ലാഹു അൻഹു അത് വേണമെന്ന് കൊതിച്ചു വന്നല്ലോ നബിയെ. സൽമാനിന് നമ്മൾ കൊടുത്തു നബിയെ. പക്ഷേ നിങ്ങളുടെ മൂച്ചാപ്പാക്ക് കൺമുമ്പിൽ കിട്ടിയിട്ടതിന്റെ വില മനസ്സിലായില്ല. നമ്മൾ കൊടുക്കുന്നില്ല നബിയെ. വലൗ അഹ്ബബ്ത്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ തന്നെയും നബിയെ നാം അത് കൊടുക്കില്ല. ആർക്ക് കൊടുക്കുന്നു? ഇത് ദാഹിച്ചു വരുന്നവർക്ക്, എന്റെ റബ്ബിനെ എനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, എനിക്കിവിടെ ജീവിക്കാൻ അവസരം തന്നവൻ, എന്റെ മാതാപിതാക്കളിലൂടെ എനിക്കൊരു എക്സിസ്റ്റൻസ്, ഒരു അസ്തിത്വം ഈ ലോകത്ത് എനിക്ക് തന്നവൻ, എനിക്ക് ശരീരത്തിന്റെ അവയവങ്ങൾ നൽകുകയും കണ്ണും കാതും മൂക്കും നൽകുകയും ശ്വസിക്കാൻ ഓക്സിജനും കാണാൻ പ്രവിശാലമായ ലോകവും കേൾക്കാൻ ശബ്ദവീചികളും എല്ലാം സംവിധാനിച്ച എന്റെ പടച്ചവനാരോ, അവനെയൊന്ന് നമിക്കണം എനിക്ക്, അവനെയൊന്നറിയണം എനിക്ക്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ലോകങ്ങൾ പടച്ചവനെ, നിന്നെ എനിക്കറിയണം. ഇത് കൊതിച്ചു വരുന്നവർക്ക് നാം കൊടുക്കുന്നുണ്ട് നബിയെ. നന്നാവണമെന്ന് പറഞ്ഞു വരുന്നവർക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷേ അത് കിട്ടിയിട്ടതിന്റെ വില മനസ്സിലാകാത്തവർ, എന്റെ മുഅ്മിനെ, സഹോദര സഹോദരി, വിദ്യാർത്ഥിനികളെ, ഇസ്ലാം അമൂല്യമാണ്, വിലമതിക്കാനാവാത്തതാണ്. നമ്മൾ മുസ്ലിമായി ജനിക്കാൻ ഭാഗ്യം കിട്ടിയത് അല്ലാഹു നൽകിയ വലിയൊരു ഭാഗ്യമല്ലയോ? അത് കിട്ടാത്തവരെ കുറിച്ച് ആലോചിച്ചുവോ? നാളെ എന്തായിരിക്കും അല്ലാഹുവിന്റെ വിധിയെന്ന്? വലിയ ഭാഗ്യവാന്മാർ. എന്നിട്ടെന്തേ നമുക്ക് 5 നേരത്തെ നിസ്കാരം ഭാരമാകുന്നത്? എന്തേ നമുക്കത് ഭാരമായത്?
ഈ സൽമാൻ എന്നവരെ പറ്റിയാണല്ലോ മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയുന്ന സ്വഹീഹായ ഹദീസുണ്ട്, ബിസനദിൻ റിജാലുഹു സിഖാത്ത്. മഹാനായ അലി തങ്ങൾ പറയുന്നുണ്ട്, അദ്റകൽ ഇൽമൽ അവ്വല വൽ ഇൽമൽ ആഖിർ. അന്ത്യത്തെയും ആദ്യത്തെയും ഇൽമ ലഭിച്ചവർ, ജ്ഞാനത്തിന്റെ ആദ്യവും ഒടുക്കവും കിട്ടിയവർ. ബഹ്റുൻ ലാ യുദ്റകു കഅറുഹു, ആഴം എത്രയാണെന്നറിയാത്ത ആഴക്കടലാണ് സൽമാൻ റളിയല്ലാഹു അൻഹു. അദ്റകൽ ഇൽമൽ അവ്വല വൽ ഇൽമൽ ആഖിർ, ജ്ഞാനത്തിന്റെ അവ്വലും ആഖിറും കിട്ടിയവർ, ജ്ഞാനത്തിന്റെ വിജ്ഞാനത്തിന്റെ തുടക്കവും ഒടുക്കവും കിട്ടിയവർ. ബഹ്റുൻ ലാ യുദ്റകു കഅറുഹു, ആഴം എത്രയാണെന്നറിയാത്ത ആഴമേറിയ വിജ്ഞാനത്തിന്റെ കടലാണ് സൽമാൻ. സൽമാനു മിന്നാ അഹ്ലൽ ബൈത്ത്, സൽമാൻ അഹ്ലു ബൈത്താണ്. മുത്തുനബിയുടെ കുടുംബത്തിൽ ജനിച്ചവനല്ല, പക്ഷെ ഈമാനിന്റെ അന്വേഷണം കൊണ്ട് സൽമാനിന് അല്ലാഹുവിന്റെ ഹബീബ് റളിയല്ലാഹു അൻഹുവിന് മുത്തുനബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത സമ്മാനമാണ് അഹ്ലു ബൈത്ത് എന്ന പേര്. സൽമാൻ എന്റെ അഹ്ലു ബൈത്തിൽപ്പെട്ട ആളാണ്. സൽമാനു മിന്നാ അഹ്ലൽ ബൈത്ത്, സൽമാൻ എന്റെ അഹ്ലു ബൈത്താണ്. ഇത് അല്ലാഹു നൽകുന്ന കരുണയല്ലോ, അല്ലാഹു നൽകുന്ന കരുണയല്ലേ ഇത്? എത്ര വലിയ കരുണയാണിത്, എത്ര വലിയ കരുണയാണ്. മുത്തുനബി തങ്ങളുടെ ആ കാലഘട്ടത്തിൽ സത്യമറിയാൻ അവസരമുണ്ടായിരുന്ന അബൂ ത്വാലിബ്, പേരെന്താന്ന് ചോദിച്ചാൽ അബ്ദു മനാഫ്. ഏതാ കുടുംബം? പിതാക്കന്മാരുടെ ഉലൈക ആബാഇ ഫജ്ഇനി ബിമിസ്ലിഹിം ഇദാ ജാമഅത്നാ യാ ജരീറുൽ മജാമിഉ. പിതാക്കന്മാരുടെ ചരിത്രം തന്നെ പറയാൻ കഴിയും. അങ്ങനത്തെ പാരമ്പര്യമുള്ള അബൂ ത്വാലിബ് ഉണ്ട് അവിടെ. സൽമാൻ എന്നവരുടെ പേരെന്ത്? സൽമാൻ. ആരാണ് വാപ്പ? ഇസ്ലാം. വേറൊന്നും പറയാനില്ല. എത്രയാണ് സമ്പത്ത് അബൂ ത്വാലിബേ? നൂറുകണക്കിന് ഒട്ടകങ്ങളുടെ പേര് പറയാനുണ്ട്, നൂറുകണക്കിന് ഒട്ടകം. എന്നാൽ സൽമാൻ, എന്താ നിങ്ങളുടെ സമ്പത്ത്? എന്താ നിങ്ങളുടെ സമ്പത്ത്? ഇസ്ലാം. ഇസ്ലാം. എന്താ നിങ്ങളുടെ വസ്ത്രം? വിനയം. എന്താ നിങ്ങളുടെ ഭക്ഷണം? വിശപ്പ്. എന്താ നിങ്ങളുടെ പാനീയം കുടിക്കാൻ ഇഷ്ടപ്പെടുന്നത്? കൺതുള്ളികൾ. എന്താണ് നിങ്ങൾ കിടന്നുറങ്ങാനുള്ള തലയിണയുടെ ക്വാളിറ്റി? എന്ത്? അസ്സഹർ, എനിക്ക് ഉറക്കമില്ല. എന്താ നിങ്ങളുടെ അഭിമാനം? എന്തഭിമാനമാ നിങ്ങൾക്ക് പറയാനുള്ളത്? സൽമാനു മിന്നാ, മുത്തുനബി തങ്ങൾ ഞങ്ങളിൽ പെട്ടവനെന്ന് പറഞ്ഞില്ലേ എന്നെ പറ്റി? അത് മാത്രം, വേറൊന്നുമില്ല. സൽമാൻ എന്നവർക്ക് അല്ലാഹു അത് കൊടുത്തു. യഹ്ദീ മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. അതുകൊണ്ട് റബ്ബിനോട് ചോദിച്ചോളൂ മുഅ്മിനേ, മരണം വരെ ഈ ഹിദായത്തിൽ നിൽക്കാനുള്ള ഭാഗ്യം അല്ലാഹുവോട് ചോദിച്ചോളൂ. അല്ലാഹു നമുക്കത് തരട്ടെ. അല്ലാഹു ഈമാനിലായി ഹുസ്നുൽ ഖാതിമത്ത് നമുക്ക് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ഖുർആൻ സത്യവിശ്വാസികളോട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. ഇസ്ലാം അറിഞ്ഞതിന്റെ ശേഷം പിന്മാറുന്ന ആളുകളുണ്ട്. അള്ളാഹിനെ പറ്റി മനസ്സിലായതിന്റെ ശേഷം ഒരു കൂസലുമില്ലാതെ തെറ്റ് ചെയ്യുന്നവരുണ്ട്. അല്ലാഹു റഖീബാണ്, അല്ലാഹു എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇദാ മാ ഖലൗത അദ്ദഹറ യൗമൻ ഫലാ തഖുൽ ഖലൗതു വലാകിൻ ഖുൽ അലയ്യ റഖീബു فلا تحسبن الله يغفل ساعة ولا أن ما تخفيه عنه يغيب. അല്ലാഹു റഖീബാണെന്ന്, എന്നെ വീക്ഷിക്കുന്നവനാണെന്ന് അറിഞ്ഞതിന്റെ ശേഷം പിന്നെ എങ്ങനെയാ ഒളിപ്പിച്ചു വെച്ച് തിന്മ ചെയ്യാൻ കഴിയുന്നത്? എന്ത് ഇസ്ലാമാണ്? ഇസ്ലാം അനുഭവിക്കാനുള്ളതാണ്, വിളിച്ചു പറയാനുള്ളതല്ല. ഇസ്ലാം അനുഭവമാണ്, കേവല വാചാടോപങ്ങളല്ല. ഇസ്ലാം ജീവിതമാണ്. ഇസ്ലാം എന്തൊക്കെയോ ആഭരണമല്ല, ഇസ്ലാം അനുഭവിക്കാനുള്ളതാണ്. റബ്ബനാ, ഖുർആൻ പറഞ്ഞില്ലേ ദുആ ചെയ്യാൻ? സത്യവിശ്വാസിയെ ദുആ ചെയ്തോളൂ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. ഞങ്ങളുടെ രക്ഷിതാവേ, റബ്ബന, ഞങ്ങളുടെ ഉടമസ്ഥനെ, ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ, അല്ലാഹുവേ ഞങ്ങൾക്ക് ഇസ്ലാമിലേക്ക് വരാനും അത് പഠിക്കാനും നിന്നറിയാനും അവസരം കിട്ടിയതിന്റെ ശേഷം അല്ലാഹുവേ ഞങ്ങളുടെ മനസ്സുകളെ മാറ്റിക്കളയല്ല റബ്ബേ, തിരിച്ചു കളയല്ല റബ്ബേ. ആ മനസ്സുകളെ തിന്മയിലേക്ക് പോകുന്ന അവസ്ഥയിൽ നിന്ന്
കാത്തുകൊള്ളണമേ. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة. കാരുണ്യം താ തമ്പുരാനെ, കാരുണ്യം താ തമ്പുരാനെ, നിന്റെ കരുണ തരയണമേ. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. റബ്ബേ ഞങ്ങൾക്ക് ഹിദായത്ത് നടത്തി തരണേ തമ്പുരാൻ. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി. ഒന്ന് എഴുന്നേറ്റ് സ്വലാത്ത് ചൊല്ലിക്കോളൂ. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി.